രാഗൻ, ഗുഡ് മോർണിംഗ്. ഈ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഇ ഡിക്ക് പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം നടത്തിയതായി വിവരം കിട്ടിയിട്ടുണ്ട്. ചില അക്കൗണ്ട് രേഖകൾ കിട്ടിയെന്നൊക്കെ നമുക്ക് തുടക്കത്തിൽ വിവരങ്ങൾ കിട്ടിയിരുന്നു. തുടർന്നാണ് ഈ നിർണായക പരിശോധനകൾ നടത്തിയത്. എന്തൊക്കെ രേഖകൾ കണ്ടെടുത്തു? എന്താണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ? മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 21ഓളം കേന്ദ്രങ്ങളിൽ നടത്തിയതിൽ ഏറ്റവും കൂടുതൽ നീണ്ടുപോയത് ഈ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ്. അവിടുന്ന് ഒട്ടനവധി നിർണായക രേഖകൾ പിടിച്ചെടുത്തു എന്നതാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളും സൂചനകളും. അതിൽ വിജയ് മല്യ 98 കാലഘട്ടത്തിൽ ഇത് പൂശിയതുമായി ബന്ധപ്പെട്ട സമയം, സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സമയത്തെ ചില രേഖകളടക്കം കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ പിന്നീടാണല്ലോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നതായി ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ ആ രേഖകൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെ പാളി, ദ്വാരപാലക ശില്പം കൂടാതെ ഈ കൊടിമരം മാറ്റൽ, ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളടക്കം കണ്ടെടുത്തു. മാത്രമല്ല ദേവസ്വം വിജിലൻസിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ചില സുപ്രധാന വിവരശേഖരണവും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില രേഖകളും അവർ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ചില മിനിറ്റ്സ് തിരുത്തൽ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ട ചില രേഖകളും കിട്ടിയതായാണ് അറിയുന്നത്. ഏതായാലും ശബരിമലയിൽ സമഗ്ര പരിശോധനയ്ക്കാണ് ഇ ഡി തയ്യാറെടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റു ചില വിവരങ്ങൾ കൂടി ഇ ഡിക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന്, സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ നിഗമനം. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടടക്കം ചേർന്നുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. അതിൽ മറ്റാരുടെയൊക്കെ പങ്കാളിത്തമുണ്ട്, മറ്റാരുടെയൊക്കെ പിന്തുണയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കും. ഈ സ്പോൺസർഷിപ്പ് ഇടപാട് അവിടെ വലിയ തോതിൽ തന്നെ നടന്നിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന നിലയിലാണ് പല ഘട്ടങ്ങളിലും അവിടെ വന്നിരുന്നത്. മാത്രമല്ല ഇയാൾ സ്വയം സ്പോൺസർ ആയിട്ടുമുണ്ട്. അങ്ങനെ പല ആളുകളിൽ നിന്നും ഇത്തരത്തിൽ അവിടെ പണം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ ഓഫറിംഗ്സ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ സ്പോൺസർഷിപ്പ് എന്ന നിലയിൽ പണം കൊണ്ടുവന്ന് അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ പേരിൽ ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ചില സാമ്പത്തിക ലാഭങ്ങൾ അതടക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ഞാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു. ഈ ഓഫറിംഗ്സിന്റെയും റിച്വൽസിന്റെയും പേരിൽ വലിയ തോതിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കേവലം ഈ സ്വർണ്ണക്കൊള്ളയ്ക്കും അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നതാണ് ഈ ഇ ഡിയുടെ കണ്ടെത്തലായി വന്നിരിക്കുന്നത്, ഇ ഡിയുടെ നിഗമനമായി വന്നിരിക്കുന്നത്. ഇതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ചില സുപ്രധാന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇയാൾ ഈ പറയുന്ന സ്വർണ്ണ കവർച്ചയിലൂടെയും മറ്റും സ്വത്ത് സമ്പാദനം നടത്തി, അതിന് പണം ഉപയോഗിച്ച് സ്വത്ത് സമ്പാദനം നടത്തി എന്നതാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടി രേഖകൾ, അതായത് വസ്തുവകകളുടെ രേഖകളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ, പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ, ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകളിൽ ഇവരുടെ ഇടപാടുകളിലടക്കം ചില ദുരൂഹതകളുള്ളതായി ഇ ഡിക്ക് ബോധ്യമാകുന്നു. എന്തായാലും സമഗ്ര പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. പക്ഷേ ആദ്യഘട്ടത്തിലെ റെയ്ഡ് ഏതാണ്ട് പൂർത്തിയായി എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്ന വിവരങ്ങൾ.